ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് ചെറിയൊരു ജലദോഷമുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ സൗണ്ടൊക്കെ ചെറിയ മാറ്റം ഉണ്ട്. ഇപ്പോൾ കുറേ ആയി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് എക്സാം ബേസ്ഡ് ആയിട്ട് അതിൻ്റെ ടെൻഷനിൽ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ആസ്മീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു സെലിബ്രേഷനൊക്കെ നടത്തിയിട്ടോ, അതിൻ്റെ ഇന്ന് വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒന്ന് എക്സാമിൻ്റെ ടെൻഷനിൽ ആസ്മീൻ്റെ ബർത്ത്ഡേ ഉള്ളത് ആക്ച്വലി ഞാൻ മറന്നു. എങ്ങനെ മറന്നത് എനിക്കറിയില്ല, പക്ഷെ ആ ഒരു ടെൻഷനിൽ മറന്നു പോയതായിരിക്കും. അവിടെ എത്തിയപ്പോൾ എക്സാമിൻ്റെ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയപ്പോഴാണ് ബർത്ത്ഡേ ആണെന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് ആസ്മി പറഞ്ഞിരുന്നു. അപ്പോൾ ആസ്മി ഒക്കാശയൊക്കെ ഞങ്ങളെ കൊണ്ടുപോയപ്പോൾ ഓള് വാങ്ങി തരാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ട്രീറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ആകെ അത്ഭുതപ്പെട്ട് കാണിക്കുന്ന എക്സ്പ്രഷൻസാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചു തരാം കേക്ക്, ഞങ്ങളെ വകയാണെന്ന് എനിക്ക് കേക്ക് എന്ന് പറഞ്ഞ്. എന്നിട്ട് ഞാനും വരതിയും പുസ്താനിയും കൂടി അവിടെ എത്തിയിട്ട് ഞങ്ങൾ കേക്കൊക്കെ നോക്കാൻ പോയി സെലക്ട് ചെയ്തു. പിന്നെ ഈ ഒരു കേക്കാണ് ഞങ്ങൾക്ക് ഇഷ്ടമായത്. അപ്പോൾ ഇതാണ് സെലക്ട് ചെയ്ത്. ഇത് വേറെ നല്ല അടിപൊളി കേക്കുകളുണ്ട് കേട്ടോ അവിടെ. മെയിൻ കേക്ക് കഫേയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള ആളെ കൊണ്ട് അവളെ നല്ലൊരു രീതി തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ മൂപ്പര് എഴുതുന്നുണ്ട് കേട്ടോ. ഇതിനും വേണൊരു ടാലൻറ്റ്, എല്ലാവർക്കും അത് കഴിവ് കിട്ടിയെന്ന് വരില്ല. ഞാനൊരു മെഹന്തി ആർട്ടിസ്റ്റാണ്. മെഹന്തി വെച്ചിട്ട് പേര് എഴുതുമ്പോൾ തന്നെ ഒരു ടാസ്ക്കാണ്. അപ്പോൾ പിന്നെ കേക്കിലൊക്കെ ഒരു പ്രാവശ്യം നമ്മൾ പേര് എഴുതിയിട്ട് സെറ്റായിട്ടില്ല വെച്ചാൽ ആ കേക്ക് തന്നെ വേസ്റ്റായി പോകും. സോ അയാൾ അവർ നല്ല ഒരു രീതിയിൽ തന്നെ പേരൊക്കെ എഴുതി ഒന്ന് സെറ്റാക്കി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കാശയിൽ നിന്ന് കേക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ് അവിടുത്തെ കേക്ക്സ്. സ്പഞ്ച് കേക്കുകളാണ് മെയിൻലി അവിടെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ പേരൊക്കെ സെറ്റ് വെച്ചപ്പോൾ അവർക്കൊരു ക്യാപ്പും കൂടി ഞങ്ങൾ വാങ്ങി. ബർത്ത്ഡേക്ക് നമ്മൾ തലയിൽ വെക്കുന്ന നല്ലൊരു കുഞ്ഞ് ക്യാപ്പ് വാങ്ങിച്ചിരുന്നു. അതൊക്കെ വെച്ച് കൊടുത്ത് ഞങ്ങൾ കേക്ക് സെറ്റ് ചെയ്തു. അവിടെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ബഹളം വലിയ പ്രോബ്ലം ഉണ്ടായില്ല. പിന്നെ ഞാൻ പുസ്തകനോട് വെച്ച് കൊടുക്കാനൊക്കെ പറഞ്ഞു. അവൾ ബിസ്മിയൊക്കെ ചൊല്ലിയിട്ടാണ് വെച്ച് കൊടുത്ത്. കുറേ ആസ്മിനെ കളിയാക്കി. ഞാൻ ആസ്മി പറഞ്ഞു ഇത് ചെറിയ കുട്ടിയാൻ പെട്ടാണ്, ഇപ്പം തന്നെ ഇത് ഇടണോ എന്നുള്ള ലെവലിൽ. പക്ഷേ ഞങ്ങളിത് വാങ്ങിച്ചില്ല, അപ്പം ഇനി ഇടല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ, അങ്ങനെ ഇടിപ്പിച്ചു. പിന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനുണ്ടായത്. കേക്ക് കട്ട് ചെയ്യാൻ നേരത്തെ ബഹളം ഉണ്ടാക്കരുത് എന്ന് അവൾ പറഞ്ഞു. അതിൻ്റെ ഒരു ഇതാണ്. അവിടെ നിന്നിട്ട് കയ്യൊന്നും അടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഒരുപാട് പേര് എന്നാണ് ആശംസിക്കുന്നത്. ആരടി കട്ടിട്ടുള്ളത് എനിക്ക് എന്താ പറയാനുള്ളത്? ഒരു ഉപദേശം കൊടുക്ക്. ആസ്മിയ നീ നന്നായി ജീവിക്കണം, നന്നായി. പിന്നെ അതിൻ്റെ ശേഷം ഓരോരുത്തർ കേക്ക് പീസൊക്കെ എടുത്ത് കഴിച്ചു. എല്ലാവർക്കും മധുര സാധനങ്ങളോട് എന്താണ് താല്പര്യം എന്ന് അറിഞ്ഞൂടെ. എനിക്ക് മധുരസാധനം പൊതുവെ കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. കേക്കാണെങ്കിൽ ഒരു പീസ്, അതിൻ്റെ അപ്പുറമൊന്നും ഞാൻ അധികം കഴിക്കൂല. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല. ഇത് ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ളതായിരുന്നു. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും അവിടുന്ന് ഇതിന് മുന്നേ കേക്ക് കഴിച്ചവരൊക്കെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അവിടുത്തെ കേക്ക് നല്ല സ്പെഷ്യൽ കേക്ക്സാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ അതിന് ശേഷം ആസ്മി ഞങ്ങളോട് പറഞ്ഞു എന്തായാലും ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് ട്രീറ്റ് വന്നു, അപ്പോൾ ഞാൻ നിങ്ങൾക്കും ട്രീറ്റ് ചെയ്യാം. എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ ട്രീറ്റ് തന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അങ്ങനെ അവൾ മിൻറ്റ് ലൈമും പിന്നെ ലോഡഡ് ഫ്രൈസും ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നു. ഞങ്ങളിതിന് മുന്നേ ഈ സാധനം കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ നിന്നല്ല കഴിച്ച് വേറെ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത്. നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഒരിക്കലും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ട്രീറ്റ് ആയിപ്പോയി. കാരണം എനിക്ക് ആസ്മീൻ്റെ ബർത്ത്ഡേ എന്നുള്ള ഓർമ്മ ഉണ്ടായിരുന്നില്ല ആക്ച്വലി. ഞാൻ മറന്നു പോയിരുന്നു എക്സാമിൻ്റെ അതുകൊണ്ട്. സോ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സംഭവം ആയതുകൊണ്ടും ഭയങ്കര ഒരു ഇത് തോന്നി, സന്തോഷം തോന്നി. പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ അതൊക്കെ കഴിച്ച് അവിടുന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആയി. കാരണം മഴ വരാനുള്ള സാധ്യത എപ്പോഴും ഉണ്ടല്ലോ. ഞങ്ങൾ എക്സാമിന് എഴുതുന്ന ടൈമിൽ നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഇറങ്ങിയപ്പോൾ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വേഗം നടന്ന് ബസ് സ്റ്റാൻഡിൽ പോയി. പിന്നെ ആസ്മി വേറെ റൂട്ടായതുകൊണ്ടുള്ള അങ്ങനെയാണ് പോയി. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.